മെഡി ടോക്കിലേക്ക് സ്വാഗതം. സൗന്ദര്യ സംരക്ഷണം പ്രകൃതി ചികിത്സയിലൂടെ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മളോടൊപ്പം ഡോക്ടർ സനോജ് ആൻഡ് ജോർജ്, സുഹൃത്തം നാച്ചുറോപ്പതി യോഗ ആൻഡ് ബ്യൂട്ടി നഴ്സ്, തിരുവല്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പഴയ കാലത്ത് നമ്മളിങ്ങനെ മിത്തോളജിക്കൽ സ്റ്റോറീസിലും അല്ലെങ്കിൽ എപ്പിക്കൽ സ്റ്റോറീസിലൊക്കെ കേട്ടിട്ടുണ്ട് കാതിൽ പൂ, പിന്നെ കഴുത്തിൽ വനമാല എന്നൊക്കെ. എന്തായാലും നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിയിൽ നിന്നും കായ്കനികൾ ഭക്ഷിച്ച് അങ്ങനെ ഒരു ജീവിത രീതിയായിരുന്നു മനുഷ്യനുള്ളത്. നമ്മൾ ബേസിക്കലി നമ്മൾ സസ്യബുക്കുകളാണല്ലോ. പക്ഷെ ആ ജീവിത രീതിയൊക്കെ മാറി നമ്മുടെ എക്സസൈസസ് ഒക്കെ കുറഞ്ഞു, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സും നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ ബ്യൂട്ടി എല്ലാം മൊത്തത്തിൽ തകിടം മറിഞ്ഞ് ഇന്ന് വേറൊരു തരത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെതായ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുമുണ്ട്. ആ അവസരത്തിലാണ് നാച്ചുറോപ്പതിയിലുള്ള സൗന്ദര്യ സംരക്ഷണം എന്ന കോൺസെപ്റ്റുമായി വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് കെമിക്കൽസ് അപ്ലൈ ചെയ്തിട്ടുള്ള മറ്റ് ബ്യൂട്ടി ആ ഒരു ഡെവലപ്മെന്റ്, ആ ഒരു ഏരിയയിലുള്ള ഡെവലപ്മെന്റ് വളരെ ഫാസ്റ്റ് ആയിട്ട് പോവുകയാണ്. ഒരുപാട് പുതിയ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ഉണ്ട്. ആ സ്ഥലത്ത് പ്രകൃതി ചികിത്സയിലൂടെ എങ്ങനെ സൗന്ദര്യം സംരക്ഷിക്കാം, അത് പൂർണ്ണമായും സാധ്യമാണോ മാം? സാധ്യമാണ്. ഇന്ന് കെമിക്കൽസ് ആണ് ഇന്ന് എല്ലായിടത്തും യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന, അതായത് ഇപ്പോൾ ഒരു ചെടി ഇപ്പം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, തുളസി തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട്, സ്റ്റെമ്മ്, സീഡ്സ്, ഫ്ലവർ അത് അങ്ങനെ പച്ചക്കായിട്ട് അരച്ച് അങ്ങനെ 54 കൂട്ടം അല്ലെങ്കിൽ 64 കൂട്ടം, ആ കൂട്ടമാണ് നമ്മൾ പച്ചക്കായിട്ട് ചെയ്ത് അതിൻ്റെ റെഷ്യൂസ് എടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതെടുത്ത് ചെയ്യുമ്പോൾ ഇപ്പം എന്താണ്, ഇപ്പം തലയുടെ ആണെങ്കിൽ തല, ഫേഷ്യലാണെങ്കിൽ ഫേഷ്യൽ, ലൈക്ക് ദാറ്റ്. അപ്പോൾ അങ്ങനെ എടുത്ത് ഓരോ നമ്മൾ അന്നേരം തന്നെ ഇടുമ്പോൾ തന്നെ നമുക്ക് റിസൾട്ടുണ്ട്. ഇപ്പം ഉണക്കി പൊടിച്ചൊന്നുമല്ല, സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളിടാം. അപ്പോൾ അതിനകത്ത് കെമിക്കൽസ് ഒന്നുമില്ല. അപ്പോൾ അതാണ് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇപ്പം മുടി കൊഴിച്ചിലാണേലും താരനാണേലും എല്ലാത്തിനും. മാം, ഇത് ഇപ്പോൾ ഉള്ള പുതിയ ഒരുപാട് ബ്യൂട്ടി പ്രോഡക്ട്സ് നമുക്കുണ്ട് വിപണിയിൽ. ദിവസം പരസ്യങ്ങൾ തന്നെ എന്തെല്ലാം തരത്തിലാണ്. അപ്പോൾ അവിടെ നാച്ചുറൽ ആയിട്ടുള്ള ഈ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നത് അതിന്റെ എഫക്റ്റിന്റെ കേസിൽ? എഫക്റ്റിൻ്റെ കേസിൽ ഇപ്പം നമ്മൾ മാറി നിൽക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞില്ല, നമ്മളിപ്പം ഒരു വ്യക്തി ഇപ്പം വന്നു കഴിഞ്ഞാൽ അവർക്ക് മുടി ഒഴിച്ചില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പച്ചമരുന്ന് തലയിൽ തേക്കും. അപ്പോൾ ആദ്യം ഒരു എണ്ണ ഇട്ട് മസാജ് ചെയ്തിട്ട് പച്ചമരുന്ന് ഇട്ട് തേച്ച ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം ഈ പറഞ്ഞ പോലെ വേറൊരു പച്ചമരുന്നും കൂടി തലയിൽ തേക്കും. തല തേച്ച് കഴിയുമ്പോൾ മുടി ഒഴിച്ചിൽ നിൽക്കും, മുഖം നല്ലതായിട്ട് വെളുക്കും. ഇതിന്റെ ഫസ്റ്റ് തിയറി അങ്ങനെയാണ്. നമ്മൾ തലയിലാണ് യൂസ് ചെയ്യുമെങ്കിലും പക്ഷെ മുഖം നല്ലതായിട്ട് വെളുക്കും. ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്ത് തന്നെയുമല്ല, അതിന്റെ ആ ഹോൾസിലെല്ലാം മരുന്നുകൾ കയറും. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അത് തന്നെ ഫസ്റ്റ് മുടി ഒഴിച്ചിൽ കുറയും, അന്നേരം തന്നെ കുറയും. നമുക്കൊരു കോൾ ഉണ്ട്, അത് കഴിഞ്ഞ് തിരിച്ചതിലേക്ക് വരാം. ഹലോ, മെഡി ടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ജോമി ആണ്. ജോമി എവിടെ നിന്ന് വിളിക്കുന്നു? ജോമി പറഞ്ഞോളൂ, എന്താ അറിയണ്ടേ? ജോമി ചോദിച്ചോളൂ. മാമിന്റെ ഇതിപ്പോ തിരുവല്ലയിലാണ് ഉള്ളത് സെന്റർ. എന്താണ് ജോമിക്ക്, എന്താണ് കംപ്ലൈന്റ്? മുടി കൊഴിച്ചിൽ നല്ലതുപോലെ ഉണ്ട്. അതിപ്പോ നമുക്ക് ഇവിടെ പ്രകൃതി ചികിത്സ അറിയാൻ പറ്റുന്നില്ലേ? മുടി കൊഴിച്ചിലാണ് പ്രോബ്ലം പുള്ളിക്കാരന്. അപ്പം എവിടെയാണ് ട്രീറ്റ്മെന്റ് സെന്റേഴ്സ് ഉള്ളതെന്നാണ് ചോദിക്കുന്നത്. തിരുവല്ലയിലുണ്ട് ഈ സെന്റർ. അപ്പം ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഫോൺ നമ്പർ തരും, അന്നേരം കോൺടാക്ട് ചെയ്യാം. ജോമി, വിളിച്ചതിന് വളരെയധികം സന്തോഷം. മുടി കൊഴിച്ചിലായിരുന്നു ജോമിയുടെ കംപ്ലൈന്റ്. നമുക്ക് ഇപ്പൊ ഈ മുടി കൊഴിച്ചിൽ എന്ന് പറയുന്ന വാസ്റ്റ് ആയിട്ട് ഇന്ന് എല്ലാവരിലും കാണുന്ന പ്രോബ്ലംസ് ആണ്. എനിക്ക് പല കാരണങ്ങളുണ്ടാവും. പല എണ്ണകൾ പരീക്ഷിക്കുന്നതാകാം, ഇല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ആവാം, ടെൻഷൻ ആവാം. അപ്പൊ ഇത് ഏത് കോസ് കൊണ്ടുണ്ടായാലും മുടി കൊഴിച്ചിലിന് ഒരു ശാശ്വത പരിഹാരം മാം കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് തന്നെയുമല്ല, ഇന്നിപ്പം താരം കൊണ്ട് മുടി കൊഴിച്ചിലുണ്ടാവും, അമിത ചൂട് മുടി കൊഴിച്ചിൽ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കഷണ്ടിയായിട്ട് മാറുന്ന പോലെ അതിന്റെ കേസ്. അപ്പൊ കഷണ്ടിക്ക് ഇന്ന് പൂർണ്ണമായിട്ട് നമ്മുടെ മരുന്നിൽ നിന്ന് അത് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ആരോടും നമ്മൾ കിളുക്കും എന്ന് പറഞ്ഞിട്ടില്ല. റൂട്ടുണ്ടോ കിളുക്കും, തീർച്ചയായിട്ടും കിളുക്കും. റൂട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. മരുന്ന് അപ്ലൈ ചെയ്താലേ അതറിയാൻ പറ്റത്തുള്ളൂ, അല്ലാതെ നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ അത് തന്നെയല്ല, ഫുൾ ബ്ലഡ് ഹെഡ് ആയാലും അതിനകത്ത് റൂട്ട് അങ്ങനെ വന്ന കേസസും കേൾക്കുന്നുണ്ട്. കേസസ് ഇപ്പം ജന്മനാലില്ല വന്നത് ഞാൻ എടുക്കാറില്ല, അങ്ങനത്തെ കേസില്ല. സാധാരണ ഒരു നോർമൽ പേഴ്സൺ ഇപ്പൊ വന്ന് ഇപ്പൊ ഒരു 56-57 വയസ്സുള്ളവരുടെ വരെ കിളിക്കും നമ്മുടെ. അപ്പൊ അത് മുടി കൊഴിച്ചിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്ന് ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും ഉള്ളൊരു കാര്യം മുടി കൊഴിച്ചിൽ.
ഒന്നത്തെ വേ ഓഫ് ദി സ്റ്റൈൽ ഡിഫറെന്റ് ആണ് ഇന്നെല്ലാവരും. അതിൽ നിന്ന് വരുന്ന പോസ്റ്റുകളാണ് താരന് വളരെ ഇമ്പോർട്ടന്റ്. ഒരു വ്യക്തിക്ക് ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും വരാൻ ചാൻസ്. പിന്നെ എല്ലാവരുടെ വിചാരം താരെന്ന് പറയുന്ന തീരെ ഈ വലിയ ഇതാണ് പോലത്തെയാണ്. പക്ഷെ അല്ല, ചെറിയ ചെറിയ താരനുണ്ട്. അത് കണ്ടുപിടിക്കാൻ വെച്ച പ്രയാസമാണ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ 2 ദിവസം അല്ലെ 3 ദിവസം ഷാമ്പു ഇടാതെ അതുപോലെ എണ്ണ തേക്കാതെ യൂസ് ചെയ്ത് നോക്കണം. അപ്പം അറിയാം പൊടിയായിട്ട് തല വന്ന് നിൽക്കും. അപ്പം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ട്രീറ്റ്മെന്റ് ചെയ്യണം. നമ്മളെല്ലാവരും ഈ ഷാമ്പു ഇടുമ്പോൾ തൽക്കാലം ഒന്ന് മാറി നിൽക്കും, പക്ഷെ പിന്നെ അത് വരും. അപ്പൊ അത് പൂർണ്ണമായി മാറണമെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്ത് ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ഈ ട്രീറ്റ്മെന്റ് നാച്ചുറോപ്പതിയിൽ, അതായത് പ്രകൃതി ചികിത്സയിൽ ഇത് നല്ലതായിട്ട് മാറുന്നുണ്ട്. അത് തന്നെയല്ല മുടി ഇപ്പം കഷണ്ടി എല്ലാം ഇപ്പൊ നല്ലതായിട്ട് കിട്ടു പോകുന്നുണ്ട്. മുടി അന്നേരം തന്നെ ഇപ്പൊ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഡിഫറൻസ് അറിയും. നമുക്ക് തിരിച്ചതിലേക്ക് വരാം. ഹലോ, മെഡിടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, സംസാരിച്ചോളൂ. ഡോക്ടർ, ഈ മുടി നരയ്ക്കുന്നതിന് എന്തെങ്കിലും പ്രകൃതി ചികിത്സ വരുന്നുണ്ടോ? ഞാൻ പ്രകൃതി ചികിത്സയിൽ മുടി നരയ്ക്കുന്നത് കണ്ടുപിടിച്ചിട്ടില്ല. ഓക്കെ, വിളിച്ചത് വളരെയധികം സന്തോഷം. ഇപ്പം അകാല നര എന്നൊരു പ്രോബ്ലം ഉണ്ടല്ലോ. ഇപ്പൊ നര നമ്മളിപ്പം ഏജിങ് ആയിട്ട് വരും. ഈ അകാല നരയ്ക്ക് ഇപ്പൊ മാം പറഞ്ഞ പോലെ ഈ ട്രീറ്റ്മെന്റിൽ നമ്മളിപ്പോ ഈ എടുക്കുന്ന ട്രീറ്റ്മെന്റില് നര കുറഞ്ഞിരിക്കും. അല്ലാതെ നമുക്കിപ്പോ നരച്ച മുടി നമുക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. അത് പ്രകൃതി ചികിത്സ ഹെന്നയുണ്ട്. അത് മൈലാഞ്ചി തന്നെ സ്ട്രൈറ്റ് എടുത്തോണ്ട് ചെയ്യുന്നത്, അന്നേരം തന്നെ അരച്ച് ചെയ്യുന്നത്. ഹെന്ന പൗഡർ അല്ല, മൈലാഞ്ചി എടുത്ത് അന്നേരം അരച്ച് ചെയ്യുന്നുണ്ട്. അതല്ലാതെ നമ്മളിപ്പം നരയ്ക്ക് കണ്ടുപിടിച്ചിട്ടില്ല. ഈ ഹെന്ന ഈ ചെയ്യുന്ന എണ്ണയും നമ്മുടെ മറ്റേ ചെയ്യുന്ന പോലെ കാപ്പിപ്പൊടിയൊക്കെ ചേർത്ത് അങ്ങനെ ഇച്ചിരി കൂടെ വ്യത്യാസമുണ്ട്. ഉണ്ട്. നമ്മൾ ഒത്തിരി പൊടി ചേർക്കത്തില്ല, എല്ലാം ഫ്രഷ് ആയിട്ട് തന്നെ ചേർക്കും. അപ്പൊ അതിന്റെ ഒരു ഗോൾഡൻ കളർ, ലൈറ്റ് യെല്ലോ ഗോൾഡൻ കളറാണ് വരുന്നത്. മറ്റേ ഒരു ചുമപ്പല്ലേ വരുന്നത്, അത് വരത്തില്ല. ഇതിന് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഇപ്പം മുടിയൊഴിച്ചിലിന്റെ കാര്യം പറഞ്ഞു. ഇനിയിപ്പൊ തന്നെ നമുക്ക് മുടിയൊഴിച്ചിൽ തന്നെ ഇപ്പം നമ്മുടെ ഇതെടുത്തു കഴിഞ്ഞ ശേഷം ഇപ്പൊ ഞാൻ ചോദിച്ചു ഡൗട്ടാണ്. സാധാരണ നമ്മൾ ഈ ആയുർവേദ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ പഥ്യങ്ങൾ ഒരു വലിയ പ്രശ്നം വരാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഫോളോ ചെയ്യുന്ന ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് നാച്ചുറോപ്പതി രീതിയിലുള്ള ഈ പ്രകൃതി ചികിത്സ രീതിയിലുള്ള ഈ ബ്യൂട്ടി ട്രീറ്റ്മെന്റ്സിൽ അത്തരം എന്തെങ്കിലും ആപ്ലിക്കേഷൻ പിന്നീട് വേണ്ടി വരുമോ? അല്ല, ഇത് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ഇറച്ചി മുട്ടയും കൂട്ടാൻ പാടില്ലെന്ന് നമ്മൾ പറയുന്നുണ്ട്. കാരണം വെച്ചാൽ മീൻ കൂട്ടിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇറച്ചിയും മുട്ടയും മീനും അവോയ്ഡ് ചെയ്യാമെങ്കിൽ പെട്ടെന്ന് റിസൾട്ടാണ് ഇതിന്റെ. അത് ശരീരത്തെ അമിത ചൂട് വരാൻ ചാൻസസ് ഉണ്ട്, അതുകൊണ്ട് പാടില്ലെന്ന് പറയുന്നത്. ഓക്കെ, ഒരു കോൾ ഉണ്ട് മാം. ഹലോ, മെഡിടോക്കിലേക്ക് സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ഡോക്ടർ ആരാണ് സംസാരിക്കുന്നത്? പറയൂ. സൗദ, താന്നൂർ കുന്നുംപുറം. പറഞ്ഞോളൂ സൗദ. ഡോക്ടർ, മുടി കൊഴിച്ചിലിന് കൂടുതലായിട്ട് മുടി കൊഞ്ഞു പോകുന്നു, കുറേശ്ശെ താരനുണ്ട്. അതിനെന്ത് ട്രീറ്റ്മെന്റ്? അത് ഇവിടെ പച്ചമരുന്നാണ്. അത് വന്ന് ട്രീറ്റ്മെന്റ് ചെയ്യണം. ഇപ്പൊ ഞാനൊരു നിങ്ങൾക്കൊരു ടിപ്സ് പറഞ്ഞാലും അത് മാറണമെന്നില്ല. അപ്പൊ അത് വന്ന് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതാണ്. നല്ല പ്രകൃതി ചികിത്സയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊന്നുമില്ലേ? ഉണ്ട്, ചെയ്യാം. അതാ ഞാൻ പറഞ്ഞത്, അത് ഇവിടെ വന്ന് ചെയ്യണം ട്രീറ്റ്മെന്റ്. ക്ലിനിക്കിൽ വന്ന് ചെയ്യേണ്ടതാണ്. ക്ലിനിക്കിൽ വന്ന് ചെയ്യണ്ട? നമ്മുടെ വീട്ടില് ഇല്ല. ഞാനിപ്പോ ടിപ്സ് ആയിട്ട് ഇപ്പൊ പറയാ, വേപ്പില വെച്ച് തല കഴുകണമെന്ന് പറഞ്ഞാൽ അത് അങ്ങോട്ട് ഇച്ചിരി മാറി നിൽക്കും, പിന്നെയും വരും. വേപ്പില വെച്ചിട്ട് അത് ഞാനിപ്പോ ഒരു സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. എണ്ണ നീരിറക്കത്തിന്റെ അസുഖം ഉണ്ടായതുകൊണ്ട് എണ്ണ അങ്ങനെ കാച്ചിട്ട് തേക്കുന്നതിന് വല്ല ഇതൊക്കെയുണ്ടോ? അതൊരു കാര്യം ചെയ്യുക. ഈ ട്രീറ്റ്മെന്റിന് നേരെ വന്ന് കൺസൾട്ട് ചെയ്തിട്ട് എന്റെ ട്രീറ്റ്മെന്റ് എടുത്തു നോക്കാം, അപ്പൊ പറയാം. ഓക്കെ, വിളിച്ച് വളരെയധികം സന്തോഷം. സൗന്ദര്യ സംരക്ഷണം പ്രകൃതി ചികിത്സയിലൂടെ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം താരൻ, മുടി കൊഴിച്ചിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കൂടുതൽ ഒരു ചെറിയ ബ്രേക്കിന് ശേഷം.